ലോകത്തിലെ ഏറ്റവും ശക്തമായ ചെസ് ഓപ്പണിംഗുകളിൽ ഒന്നായ റൂയി ലോപ്പസ് ബ്ലാക്ക് ബെർലിൻ ഡിഫൻസ് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഈ വീഡിയോയിൽ പഠിക്കാം. വൈറ്റ് E4 കളിച്ചാണ് കളി ആരംഭിക്കുന്നത്. അതിന് മറുപടിയായി ബ്ലാക്ക് E5 കളിക്കുന്നു. തുടർന്ന് വൈറ്റ് നൈറ്റിനെ F3യിലേക്ക് വികസിപ്പിക്കുന്നു. ബ്ലാക്കും നൈറ്റിനെ C6ലേക്ക് കൊണ്ടുവന്ന് കേന്ദ്രത്തെ പിന്തുണയ്ക്കുന്നു. ഇനി വൈറ്റ് ബിഷപ്പിനെ B5ലേക്ക് വികസിപ്പിച്ച് റൂയി ലോപ്പസ് ഓപ്പണിംഗിലേക്ക് പ്രവേശിക്കുന്നു. അതിന് മറുപടിയായി ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് വികസിപ്പിക്കുന്നു. ഇതാണ് ബെർലിൻ ഡിഫൻസ്. ശേഷം വൈറ്റ് കിങ്സൈഡിലേക്ക് കാസിൽ ചെയ്യുന്നു. അതിനു പിന്നാലെ ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് E4ലെ പാവിനെ വെട്ടി സ്വന്തമാക്കുന്നു. തുടർന്ന് വൈറ്റ് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ നൈറ്റിന് നേരെ ആക്രമണം തുടങ്ങുന്നു. എന്നാൽ ബ്ലാക്ക് നൈറ്റിനെ D6ലേക്ക് മാറ്റി ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെടുത്തുന്നു. അടുത്തതായി വൈറ്റ് നൈറ്റിനെ ഉപയോഗിച്ച് E5ലെ പാവിനെ വെട്ടുന്നു. അതിനു മറുപടിയായി ബ്ലാക്കും നൈറ്റ് ഉപയോഗിച്ച് ആ നൈറ്റിനെ വെട്ടി തിരിച്ചടിക്കുന്നു. ഉടൻ തന്നെ വൈറ്റ് റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടിക്കൊണ്ട് രാജാവിന് ചെക്ക് നൽകുന്നു. എന്നാൽ ബ്ലാക്ക് ബിഷപ്പിനെ E7ലേക്ക് വികസിപ്പിച്ച് ആ ചെക്ക് കൃത്യമായി മറയ്ക്കുന്നു. വൈറ്റ് നൈറ്റിനെ C3യിലേക്ക് വികസിപ്പിച്ച് കൂടുതൽ പീസുകളെ കളിയിലേക്ക് കൊണ്ടുവരുന്നു. അതിനു മറുപടിയായി ബ്ലാക്ക് കിങ്സൈഡിലേക്ക് കാസിൽ ചെയ്ത് രാജാവിനെ സുരക്ഷിതനാക്കുന്നു. തുടർന്ന് വൈറ്റ് ബിഷപ്പിനെ F1ലേക്ക് പിൻവലിച്ച് പ്രതിരോധം ശക്തമാക്കുന്നു. എന്നാൽ ബ്ലാക്ക് നൈറ്റിനെ E8ലേക്ക് മാറ്റി അടുത്ത ആക്രമണത്തിനും പീസുകളുടെ പുനഃക്രമീകരണത്തിനും തയ്യാറെടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിന് നേരെ ആക്രമണം കൊണ്ടുവരുന്നു. അതിനു മറുപടിയായി ബ്ലാക്ക് ബിഷപ്പിനെ D6ലേക്ക് വികസിപ്പിച്ച് വൈറ്റിന്റെ റൂക്കിന് നേരെ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. അതോടെ വൈറ്റ് റൂക്കിനെ E1ലേക്ക് പിൻവലിക്കുന്നു. ഇതാണ് റൂയി ലോപ്പസ് ബെർലിൻ ഡിഫൻസിന്റെ അടിസ്ഥാന നീക്കങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ ചെസ് കണ്ടന്റുകൾക്കായി ചെക്ക്മേറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.